ഗ്യാസിന്റെ ക്ഷാമത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. ഗ്യാസിന്റെ ക്ഷാമത്തെ സംബന്ധിച്ച് ഇവര് എനിക്ക് തോന്നുന്നത് ഈ പത്രങ്ങളും ചാനലുകളും ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികളെ കുറിച്ച് അവർക്ക് ധാരണയില്ല. അവർ രാഹുൽജിയുടെ പരിപാടി മാത്രമാണ് കാണുന്നത്. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. രാഹുൽജി പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇന്ന് ഒരു ആഗോള സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇത്തരം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ലോകരാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ ഏറ്റവും വിജയകരമായ രീതിയിൽ തരണം ചെയ്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം മാത്രമാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിന്റെ ഇന്ധനവുമായുള്ള കപ്പലുകൾ മാത്രമാണ് ഇന്ത്യയിലെ ഗുജറാത്തിന്റെ തുറമുഖത്തേക്ക് അടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ പ്രശ്നം പരിഹരിക്കാൻ ഇന്നലെ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്ന് നിലപാടുകൾ സ്വീകരിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ ശകലം സമയമെടുക്കും. ഒരു വൈക്കത്ത് കടകൾ അടച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിലൊന്നും ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷേ ഇതിനു മുമ്പും സോണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പും ഈ രാജ്യം ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും ഇതിനെ അഭിസംബോധന ചെയ്യാൻ ഒരു ഭരണകൂടം പോലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. അവിടെയാണ് ചങ്കുറപ്പുള്ള സർക്കാർ ആ യുദ്ധഭീതിയിൽ നിന്ന് നമ്മളുടെ ഇന്ധന കപ്പലുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഒറ്റക്കാരോട് സൂചിപ്പിക്കട്ടെ, ശ്രീമാൻ സുജിൻ ഇവിടെ BJP-യുടെ പ്രതിനിധികളെ പേരെടുത്തു പറഞ്ഞ് അവഹേളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ മഹേഷ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ്, വൈക്കം നഗരസഭയിലെ കൗൺസിലറാണ്. ശ്രീമതി ലേഖ അശോകൻ BJP-യുടെ ജില്ലാ സെക്രട്ടറിയാണ്, വൈക്കം നഗരസഭയുടെ മുൻ കൗൺസിലറാണ്. ശ്രീമാൻ രാജേഷ് മുൻ കൗൺസിലറാണ്. ഇവരെല്ലാം പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ ഈ നഗരസഭയിൽ തോന്നിയവാസങ്ങൾ നടന്നിട്ടുള്ളപ്പോഴെല്ലാം അതിൽ ശക്തമായി ഇടപെടുകയും സമർത്ഥമായ രീതിയിൽ, സമഗ്രമായ രീതിയിൽ, ഉജ്ജ്വലമായ രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കും. അത് അവരുടെ രാഷ്ട്രീയമായ വിവേചനത്തിന്റെ ഫലമാണ്, അവരുടെ രാഷ്ട്രീയമായ ചിന്താശേഷിയുടെ ഫലമാണ്. അല്ലാതെ ആരെങ്കിലും പറയണ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുന്നവരല്ലവർ. അവർ പറയും, അവർ പ്രതികരിക്കും. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇടതുപക്ഷ കോട്ടകളിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, കരിങ്കൽ കഷ്ണങ്ങൾ അടങ്ങി ഉറപ്പുള്ള കോട്ട, ഈ മഹേഷും ഈ ലേഖയും ഈ രാജേഷും എല്ലാം കൂടി തീർത്തിട്ടുള്ള ഉറപ്പുള്ള പ്രതലത്തിലേക്ക് ആ കരിങ്കൽ ചീളുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അതില് അസഹിഷ്ണുത കാണും, പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ചോദ്യം. അതിൽ തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കില്ല. 1 മണിക്കൂർ കഴിഞ്ഞു ജനസഭ, അരമണിക്കൂർ ലേഖയുടെയും രാജേഷിന്റെയും എല്ലാം പേരെടുത്ത് ഞാൻ പറയുന്നത് എനിക്ക് അവരുമായുള്ള വ്യക്തിബന്ധത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ്. മറ്റൊന്നുകൂടി കാണേണ്ടതുണ്ട്. ഇവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിരുന്നു ബഹുമാന്യനായ ബിജു കാണിക്കേണ്ടത്. ഇവിടെ ഇച്ചിരി മുമ്പ് അവതാരകൻ ഷിബുവിന്റെ മുഖത്തും ഇരിക്കുന്ന സോണിയുടെ മുതുകത്തും കയറി എന്തിനാ എരുതിയിൽ എണ്ണയൊഴിക്കരുത് എന്ന വാചകം, ആ എരുതിയിൽ എണ്ണയൊഴിക്കരുത് എന്നതായിരുന്നു. അതെ, എനിക്കും മഹേഷും തമ്മിൽ ഡീലായിരുന്നു. ഞാനും മഹേഷും കൂടിയാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അരമണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. മര്യാദയ്ക്ക് സംസാരിക്കും. അതല്ലേ പറഞ്ഞ താങ്കൾ അത് വിട്. അടുത്ത ചോദ്യം